ഈ സാറ് ട്രംപിൻ്റെ ഒരു വിമർശകനാണ്. ഹാലലിയയിൽ തന്നെ പലപ്പോഴും എഴുതിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രംപിൻ്റെ ഈ നീക്കത്തെ സാർ എങ്ങനെ കാണും? ഞാൻ ട്രംപിൻ്റെ ഒരു വിമർശകൻ എന്ന് പറയാൻ പറ്റില്ല. ട്രംപെന്നും അല്ല, എല്ലാ കാര്യങ്ങളും നിഷ്പക്ഷമായിട്ട് കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരാളെന്ന നിലയിൽ കാര്യങ്ങൾ പണ്ടുതൊട്ടേ ഞാൻ പറഞ്ഞില്ല, 42 വർഷമായി അമേരിക്കയിൽ പാർക്കുന്നു. എന്നാൽ എല്ലാ ദിവസവും പത്രങ്ങൾ വായിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പ്രസിഡന്റ് റേഗൻ ഇരുന്ന കാലം മുതലുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് അന്ന് തൊട്ടുള്ള കാര്യങ്ങളും അമേരിക്കയുടെ സാമ്പത്തിക ശക്തി അല്ലെങ്കിൽ സൈനിക ശക്തി എന്നുള്ളതിനേക്കാൾ പ്രധാനമായിട്ടും ഒരു മോറൽ ഒരു അതോറിറ്റി ഉണ്ടായിരുന്നു അമേരിക്കയ്ക്ക്. വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പത്രസ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള വിഷയങ്ങളിൽ ഒരു അമേരിക്കയ്ക്ക് ഒരു മോറൽ അതോറിറ്റി, ഒരു ധാർമ്മികമായ ഒരു അധികാരം ലോകത്തിലെല്ലായിടത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കമ്മ്യൂണിസത്തെയൊക്കെ ആണെങ്കിലും എതിർത്ത് കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളെയും അതുപോലൊക്കെയുള്ള കാര്യങ്ങളെ അമേരിക്ക പണ്ട് മുതലേ എതിർക്കുകയും ലോകം അത് അംഗീകരിക്കുകയും നമ്മളെല്ലാവരും അതിന് വേണ്ടി നിൽക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നിലപാടിനെതിരായിട്ട് വരുന്ന ഏതെങ്കിലും പ്രവണതകൾ, എവിടെയെങ്കിലും ഏകാധിപത്യ പ്രവണതകളോ അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കുന്ന തരത്തിലോ പത്രസ്വാതന്ത്ര്യങ്ങളെ ഹനിക്കുന്ന തരത്തിലോ ഉള്ള പ്രവണതകൾ വരുമ്പോൾ ഞാനതിനെ വിമർശിച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ട് ഈ പറഞ്ഞതുപോലെ പറഞ്ഞാൽ ഞാൻ അവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടി, അതായത് ട്രംപിൻ്റെ പാർട്ടിയിൽ ഒരു രജിസ്റ്റേർഡ് റിപ്പബ്ലിക്കനാണ്, വോട്ടറാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പിന്നെ വോട്ട് ചെയ്യുന്ന ആണ് ഞാൻ. അല്ല, എൻ്റെ വോട്ടർ രജിസ്ട്രേഷനിൽ എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്ന ആളുമാണ്. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് വ്യക്തിപരമായിട്ട് ഉള്ള ചില കാര്യങ്ങളിൽ ഒരു അഭിപ്രായ വ്യത്യാസം, അതിപ്പോൾ എല്ലാ തീർച്ചയായിട്ടും അല്ല, നമുക്ക് അങ്ങനെ ഒരു വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളുടെ വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടാകുന്നതും എഴുതാൻ പറ്റുന്നതും ഒക്കെ. അതുകൊണ്ടാണ് തന്നെയല്ല, എനിക്കിപ്പോൾ എൻ്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ അധികാരത്തിലിരിക്കുന്നവരുടെ സ്തുതി പാഠകനായിട്ട് എപ്പോഴും അവരെ ഇങ്ങനെ ഉയർത്തി അവരെ നിർത്താം. കാരണം അതിൻ്റെ ആവശ്യമില്ല. പത്രധർമ്മം എന്ന് പറയുന്നത് തന്നെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടതാണ്. പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് എഴുത്തിൽ ഒരു പക്ഷേ ഒരു പ്രതിപക്ഷ നിലപാടുകൾ ഉണ്ടെന്ന് തോന്നിയാലും അങ്ങനെയില്ല. തന്നെയല്ല, അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ ഞാൻ അവിടുത്തെ ഒരു പൗരൻ എന്ന നിലയിൽ ആ രാജ്യത്തോടുള്ള പൂർണ്ണമായ കൂറും എല്ലാം ഉണ്ട്. ആ രാജ്യത്തിനെതിരായിട്ട് ഇപ്പം ഇവിടെ വന്നിരുന്നു, ഇന്ത്യയിൽ വന്നിരുന്നുകൊണ്ട് എനിക്ക് എൻ്റെ രാജ്യത്തെ വിമർശിക്കാൻ പറ്റില്ല. അല്ലെ, എൻ്റെ പ്രസിഡന്റ് എൻ്റെ ആവശ്യവുമില്ല. അദ്ദേഹം ചെയ്യുന്ന പല നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ തന്നെ ലോകം മുഴുവനുമുള്ള ഒരു ട്രെൻഡാണ് ഇപ്പോഴും തീവ്ര വലതുപക്ഷത്തേക്ക് ലോകം മൊത്തത്തിൽ എല്ലായിടത്തും. അത് ഇന്ത്യയിലാണെങ്കിലും ഈ ഗൾഫ് യൂറോപ്പിലാണെങ്കിലും ഈവൻ മുസ്ലിം രാഷ്ട്രങ്ങളിലാണെങ്കിലും അവരവരുടേതായ ആ തീവ്ര വലതുപക്ഷ നിലപാടുകളിലേക്ക് ലോകം മൊത്തത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക അതനുസരിച്ച് കുറച്ചുകൂടെ ആ കാര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് തെറ്റാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ നമ്മുടെ ഒരു മോറൽ അതോറിറ്റി നമ്മുടെ ഉണ്ടല്ലോ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു മാതൃകയായിട്ട് നിൽക്കണം. ഇപ്പോൾ നമ്മൾ ന്യൂയോർക്കിലോട്ട് വന്നാൽ അവിടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി നിൽപ്പുണ്ട്. കയ്യിൽ ദീപശിഖയും ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന ഗീവ് മീ യുവർ പുവർ ഹഡിൽഡ് മാസസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന, പാവപ്പെട്ടവരെയും ഉണ്ടല്ലോ, ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്നവരെ സ്വാഗതം ചെയ്യുന്ന ഒരു രാഷ്ട്രമെന്ന നിലയിലാണ് അമേരിക്ക ആ സ്വാതന്ത്ര്യത്തിൻ്റെ ദീപശിഖയും എന്തി നിൽക്കുന്ന ഒരു രാഷ്ട്രമെന്ന നില. അതങ്ങനെ തന്നെ തുടരണം എന്നൊരാഗ്രഹം എനിക്കുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ എല്ലാവരെയും ഒഴിവാക്കി നിൽക്കുന്ന ഒരു രീതിയോട് അത്ര താല്പര്യമില്ല. നമ്മൾ ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ചും നമുക്ക് ഒരാഗോള കാഴ്ചപ്പാടുണ്ടാവണം. കർത്താവ് പറഞ്ഞ പോലെ നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടികളെയും എൻ്റെ ശിഷ്യരാക്കുക. നമ്മൾ സ്വർഗത്തിൽ ചെന്നാലും ഒന്നിച്ചാണല്ലോ നമ്മൾ ജീവിക്കേണ്ടത്. സകല ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഉള്ളവർ. അപ്പോൾ നമ്മൾ ചിലരെ ഒഴിവാക്കി ചിലർക്ക് അനുകൂലമായി ഒരു ദേശീയത മുൻപോട്ട് വെക്കുന്നതിനോട് വ്യക്തിപരമായിട്ട് എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അടുത്തൊരു കാര്യം ചോദിച്ചാൽ, ഈ അമേരിക്ക ഇപ്പോൾ ഒരു ക്രൈസിസിലൂടെ കടന്നു പോവുക, ഷട്ട് ഡൗണിലൂടെ കടന്നു പോവുക, സത്യത്തിൽ എന്താണ്?
ഈ സാധാരണ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന നിലയിലൊന്നും പറഞ്ഞാൽ പണം ഇല്ലാഞ്ഞിട്ടാണ് പണമില്ലാഞ്ഞിട്ടില്ല. അതും ഈ ഓരോരുത്തരുടെ നിലപാടുകളുടെ കടുംപിടുത്തങ്ങളാണ്. കടുംപിടുത്തങ്ങളാണ് എപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാൻ അവിടെ ചെന്ന കാലത്ത് ഞാൻ കണ്ട ആദ്യകാലങ്ങളിൽ പ്രസിഡൻറ്റുമാരുണ്ടായിരുന്ന കാലങ്ങളിൽ ഉണ്ടായിരുന്നത് പ്രസിഡൻറ്റ് ക്ലിൻ്റൺ ഇരുന്നപ്പോൾ സ്പീക്കർ എന്ന് പറയുന്ന ന്യൂട്ട് ഗിംഗ്റിച്ച് എന്ന് പറയുന്ന അദ്ദേഹം, അല്ലെങ്കിൽ നേരത്തെ ടിപ്പ് ഒനീൽ എന്ന് പറയുന്ന ആളും സ്പീക്കറായിരുന്നപ്പോഴാണ് റേഗൻ പ്രസിഡൻ്റൊക്കെ ആയിരുന്നത്. ഇവരൊക്കെ തമ്മിൽ എപ്പോഴും ഒരു കോംപ്രമൈസ് ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ച. റിപ്പബ്ലിക്കൻ ആണെങ്കിലും ഡെമോക്രാറ്റ് ആണെങ്കിലും പരസ്പരം അവർ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു കോംപ്രമൈസിലേക്ക് വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ കോംപ്രമൈസ് എല്ലാവരും ഈ വലിയ തീവ്ര നിലപാടുകളിലേക്ക് പോയി പാർട്ടികൾ. അതുകൊണ്ട് മറ്റേ പാർട്ടിയുമായിട്ടൊരു കോംപ്രമൈസോ അവരുമായിട്ടൊരു ചർച്ചയോ അവരുമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു തീരുമാനമില്ലാതെ അവനവൻ പിടിച്ച പിടിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ആ നിലപാടുകളിൽ ഒരയവ് വരുത്തി രണ്ടു കൂട്ടരും പറയുന്നതിനകത്ത് ന്യായമായ കാര്യങ്ങളുണ്ട്. അത് രണ്ടും പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിച്ച് രാജ്യത്തിൻ്റെ നന്മ എന്നുള്ളതല്ലാതെ ഓരോരുത്തരും അവരവരുടെ പക്ഷം ജയിക്കണം എന്ന് വിചാരിക്കുന്നതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇപ്പോൾ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടന്നു. ഇപ്പോൾ ഷട്ട് ഡൗൺ, അവിടുത്തെ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ, അതായത് ഫെഡറൽ എംപ്ലോയീസിനൊന്നും ഇവിടെ ശമ്പളമില്ല. ഈ ട്രാഫിക് കൺട്രോളേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ TSA എന്ന് പറയുന്നവർക്കൊന്നും ശമ്പളം ഇപ്പം കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് കിട്ടുന്നില്ല. അമേരിക്കയുടെ സിസ്റ്റം അനുസരിച്ച് എല്ലാ ആഴ്ചയിലും അതോ 2 ആഴ്ച കൂടും, എല്ലാ ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടി സാലറി വരുന്നത്. പക്ഷേ അതൊക്കെ കിട്ടാതെ വരുമ്പോൾ അവരൊക്കെ ജോലിയിൽ തുടരുമോ, എന്തായിരിക്കും അവരുടെ ഭാവി? ഒന്നാമതേ അവിടെ ഫെഡറൽ ഗവൺമെൻറ്റിൽ നിന്നും, അതായത് ഇവിടുത്തെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും ധാരാളം ആളുകളെ പിരിച്ചുവിട്ടു ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം. കാരണം ഒത്തിരി അനാവശ്യമായ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. ഇലോൺ മസ്കാണ് അത് തുടങ്ങി വെച്ചത്. അത് അവരെല്ലാം തിരിച്ചെടുത്തില്ലേ? അതോ എല്ലാവരും ഒന്നും എടുത്തില്ല. ഇല്ല, അതിൽ കുറേ പേരെ, വളരെ എസെൻഷ്യലായിട്ട് വേണ്ട കുറേ പേരെയൊക്കെ തിരിച്ചെടുത്തു. എന്നാൽ ഒരു നല്ല പങ്കുവിനെയും പിരിച്ചുവിടുകയുണ്ടായി. ഇപ്പോഴും ഇതും വന്നപ്പോൾ ഇതിൽ കൂടെയും കുറേ പേര് പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ളൊരു ചിന്തയും ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ തന്നെ മറ്റേ ഡെമോക്രാറ്റ് പാർട്ടികൾ അവരുടെ ബേസ് എന്ന് പറയുന്ന ആളുകൾക്ക് അവരുടെ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ ഒരു ഒബാമ കെയറിൻ്റെ സബ്സിഡി നിർത്തലാക്കുന്നതും ഈ മെഡിക്കെയറിൻ്റെ ധനസഹായങ്ങൾ നിർത്തലാക്കുന്നതും. അത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ആ വിഷയങ്ങളിൽ എന്തെങ്കിലും ഒരു നിലപാടൊന്ന് മാറ്റണമെന്ന് മാത്രമാണ് അവരാവശ്യപ്പെടുന്നത്. മറ്റവരതിനൊട്ടും തയ്യാറാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ. അല്ല, ട്രംപ് ഗ്രൂപ്പും ആദ്യം മുതലേ ഒബാമ കെയറിനെതിരായിരുന്നു. അവിടെയുള്ള പലരും എന്ന് പറയുന്ന സാധാരണക്കാരല്ലാത്ത ഉണ്ട്. അവിടെ ഇൻഷുറൻസ് കമ്പനി എല്ലാ നിരത്തിലും മെഡിക്കലിനാണ് അവിടുത്തെ ഒരു വലിയ ചിലവ്. അത് അവിടുത്തെ എല്ലാ കാര്യത്തിലും. ഇവിടെ തന്നെ കിട്ടുന്ന മരുന്നുകളൊക്കെ അതേ മരുന്നുകൾ അമേരിക്കയിൽ 4 ഇരട്ടി വില കൊടുത്താണ് ഞങ്ങളവിടെ വാങ്ങേണ്ടത്. അതിൻ്റെ 4 പോലും ഇവിടെ വില ഇന്ത്യയിലില്ല. അപ്പം അതാണ് ആ സിസ്റ്റം. അതുപോലെ മെഡിക്കൽ ഫീൽഡിലാണ് അവിടെ ഏറ്റവും കമ്പനികളുടെ ഒരു നിയന്ത്രണത്തിലാണ് പോകുന്നത്. അപ്പോൾ ഒബാമ കെയർ വന്നപ്പോൾ അവർക്കുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ അവർക്ക് മാറ്റിവെച്ച് അവരുടേതായ നിലയിൽ പ്രീമിയം വർദ്ധിപ്പിക്കുക, അവരുടേതായ നിലയിൽ ആളുകൾക്ക് കിട്ടേണ്ടതായ ബെനിഫിറ്റുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്യണമെന്ന് അവർക്കൊരു താല്പര്യമുണ്ട്. അല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം റിപ്പബ്ലിക്കൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ ഒബാമ കെയറിലൂടെ ഇല്ലീഗലായിട്ട് രാജ്യത്തെത്തിയിരിക്കുന്ന ആളുകളെ സഹായിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഫണ്ട് ചിലവാക്കും. അതങ്ങനെ പറയുന്നതേ ഉള്ളൂ. അതൊരിക്കലും അങ്ങനെ ഇല്ലീഗലായിട്ടുള്ള ആളുകൾക്ക് അവിടെ നിന്നൊന്നും ഗവൺമെൻറ് ധനസഹായങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതാണ് അതിൻ്റെ ഒരു വാസ്തവം. എന്നാൽ അപ്പോൾ തന്നെ ഈ ഗവൺമെൻറ് സംവിധാനങ്ങളെ അബ്യൂസ് ചെയ്യുന്ന വേറെ ധാരാളം ആളുകളുണ്ട്. ഈവൻ ഇന്ത്യയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള എനിക്കറിയാവുന്ന പലരും, നമ്മുടെ മലയാളികൾ കുറവാണ്, എന്നാൽ മറ്റു ചില സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരൊക്കെ വലിയ ബിസിനസ്സുകാരാണ്. അവർക്ക് ഗ്യാസ് സ്റ്റേഷനുണ്ട്, അല്ലെങ്കിൽ അവർക്ക് മറ്റു പല ബിസിനസ്സുകളുണ്ട്. പക്ഷേ അവരവരുടെ മാതാപിതാക്കളുടെ പേര് വെച്ചുകൊണ്ട് അവിടെ നിന്നുള്ള കിട്ടാവുന്ന ഫുഡ് സ്റ്റാമ്പുകൾ മുതലായ ആനുകൂല്യങ്ങൾ വാങ്ങിച്ച് അവരുടെ വീട്ടിലെ ചിലവെല്ലാം ഇതിനകത്തൂടെ അങ്ങ് നടത്തും. അങ്ങനെ ഒത്തിരി അബ്യൂസ് നടക്കുന്നുണ്ട്. അത് ശരിയാണ് എന്നുള്ളതല്ലാതെ
പിന്നെ പാവപ്പെട്ട ആരെങ്കിലും ഉണ്ട്, അവർക്ക് ആഹാരമില്ല, അതിന് ഗവൺമെൻറ്റിൻ്റെ തന്നെ ധാരാളം പദ്ധതികളുണ്ട്. ഈ വീടുകളിൽ ആഹാരം കൊണ്ടെത്തിക്കുക, പ്രായമുള്ളവർ കടയിൽ പോയി സാധനം വാങ്ങാൻ സാധിക്കാത്തവർക്ക് ഭവനങ്ങളിൽ കൊണ്ടു കൊടുക്കുന്ന മീൽസ് ഓൺ വീൽസ് എന്നൊക്കെ പറഞ്ഞ് മീൽസ് ഉള്ള ധാരാളം സംവിധാനങ്ങളുണ്ട്. അതൊക്കെ വെട്ടിക്കുറയ്ക്കുമ്പോൾ ശരിയാണ്, കുറേയൊക്കെ അതിനകത്ത് അബ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു നല്ല ശതമാനവും അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് ഇത് കിട്ടുന്നത്. ഇല്ലീഗലായിട്ടുള്ള ആരെങ്കിലും എവിടെയെങ്കിലും ചെയ്തു എന്ന് വിചാരിച്ച് അത് മൊത്തത്തിൽ സിസ്റ്റം മുഴുവനും കറപ്റ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല. എനിവേ ആ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കപ്പെടട്ടെ. അമേരിക്ക വീണ്ടും ട്രംപ് പറയുന്ന പോലെ ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള നിലയിലേക്ക് വരട്ടെ. എനിവേ അടുത്ത ഒരു ചോദ്യം കൂടെ ചോദിക്കാം. അതായത് ഈ ചാർലി കിർക്കിൻ്റെ മരണം ലോകം മുഴുവൻ അതൊരു വലിയ വാർത്ത മാത്രമല്ല, ഈ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഉണർവിൻ്റെ ഒരു കാലഘട്ടം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് അതൊരു കാരണമായെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ പാശ്ചാത്യ നാടുകളിൽ ചാർലി കിർക്കിൻ്റെ ആശയങ്ങളെയും അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തെയും വലിയ മഹത്വവൽക്കരിക്കുന്ന ഒരു ഇതുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പം നമ്മളെ ഒരു കാലഘട്ടത്തിൽ മുഴുവൻ ബില്ലി ഗ്രഹാം എന്ന് പറയുന്നൊരു വലിയ മനുഷ്യൻ അമേരിക്കയുടെ ഒരു മോറൽ കറേജായിട്ട് ഇങ്ങനെ നിന്നിരുന്നു. അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അമേരിക്കയുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലെ ആത്മീയ ലോകത്ത് ഇങ്ങനെയുള്ള ചില സൂപ്പർ സ്റ്റാറുകളുണ്ടായിരുന്നു. അതില്ലാതായ ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ ചാർലി കിർക്കിനെ പോലെ ഒരു 31 വയസ്സുള്ളൊരു ചെറുപ്പക്കാരന് ഇത്രയധികം ഒരു ഡെപ്തിൽ സമൂഹത്തെ സ്വാധീനിച്ചിരുന്നോ? അതോ ഈ രക്തസാക്ഷിത്വമാണോ? രക്തസാക്ഷിത്വത്തോടുകൂടിയാണ് ചാർലി കിർക്ക് ഇത്രയും പോപ്പുലറായത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ നിലപാടുകൾ, നമ്മൾ പലതിനെയും എതിർക്കുന്നു, നമ്മളത് ശരിയല്ല എന്ന് പറയുന്ന നിലപാടുകൾ, നമ്മുടെ പെന്തക്കോസ്തുകാരായ നാമൊക്കെ പറയുന്ന നമ്മുടെ നിലപാടുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി ശരിയല്ല, അല്ലെങ്കിൽ അതുപോലൊക്കെയുള്ള നിലപാടുകൾ, അബോർഷന്, ഇതിനെയൊക്കെ ഇദ്ദേഹം ഫാമിലി വാല്യൂസ് ഇതുപോലൊക്കെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം മുൻപോട്ട് വെച്ചത്. അപ്പോൾ തന്നെ അത് അവിടെയുള്ള ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വലതുപക്ഷ തീവ്രമായ ഒരു നിലപാടിലോട്ട് സമൂഹം മൊത്തത്തിൽ നീങ്ങുമ്പോൾ ഇദ്ദേഹം അതിൻ്റെ ഒരു വക്താവായി, അതിൻ്റെ ഒരു നേതാവായി നിലകൊള്ളുകയും അദ്ദേഹത്തിന് വളരെ സപ്പോർട്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തോടുകൂടി അത് കുറച്ചുകൂടെ ആളുകൾ ശ്രദ്ധിക്കുക, അതൊരു പെട്ടെന്നൊരു വാർത്തയാകുകയും ചെയ്തു. എന്നാൽ മുമ്പേ പറഞ്ഞ പോലെ ബില്ലി ഗ്രഹാമിനെ പോലെയൊക്കെ ഉള്ള ഒരു ലോകത്തിലെല്ലായിടത്തും പോയി ക്രൂസൈഡുകൾ നടത്തി ആളുകളെ സുവിശേഷത്തിലേക്ക് നയിക്കുന്നത് പോലെയുള്ള ഒരു പ്രസംഗ ശൈലിയോ അല്ലെങ്കിൽ അങ്ങനെ സുവിശേഷീകരണം എന്നുള്ളതല്ല, ഇതിനകത്ത് വന്നതിന് ശേഷമുള്ള മതപരമായ, ഇപ്പം പൗലോസ് പറയുന്ന പോലെ അദ്ദേഹം ആദ്യം തൻ്റെ മതത്തിൽ വളരെ തീക്ഷ്ണനായിരുന്നു. അതിൻ്റെ പറഞ്ഞതുപോലെ നമ്മൾ മതത്തിൽ തീക്ഷ്ണത വരികയും ആ നിലപാടുകൾ, നമ്മുടെ സഭയുടെ നിലപാടുകളെ വളരെ ശക്തമായിട്ട് അദ്ദേഹം പറയുകയും അതിന് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ പൊതുജനം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ ആ നിലയിലുള്ള ഒരു ആവേശം സൃഷ്ടിക്കാൻ സാധിച്ചു. ഒരു ആവേശം അങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആവേശം എന്ന് പറയുമ്പോഴും അതുകൊണ്ട് ചെറുപ്പക്കാരെല്ലാവരും അങ്ങ് 100% അങ്ങ് ശരിയായി എന്നല്ല എൻ്റെ, എന്നാൽ അവർക്ക് ചിന്തിക്കാൻ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ടുകൊടുത്തു. അതെ. ഓക്കെ, ഞാൻ ചോദിച്ചതിൻ്റെ ഇതെന്ന് പറയുന്നത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ആ ഒരു ഉണർവ് നിലനിൽക്കാൻ സാധ്യതയുണ്ടോ? അമേരിക്കയുടെ രീതി കണ്ടിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു ഉണർവിലേക്ക് ആണോ, അതൊരു ഒരു രാഷ്ട്രീയ ഒരു ചായ്വിലേക്ക് ഇദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ട് ഇതേ ആശയം പറഞ്ഞുകൊണ്ട് പലരും മുൻപോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. ഇദ്ദേഹം പറഞ്ഞതിനെ തന്നെ പിന്തുണച്ചുകൊണ്ട് അത് ഈ പറഞ്ഞത് ഞാൻ മുമ്പ് പറഞ്ഞ ഒരു സർവ്വലൗകികമായ ഒരു വലതുപക്ഷ നീക്കത്തിൻ്റെ ഭാഗം പോലെ ഇതും നിലനിന്ന് പോകും. അത് നിലനിൽക്കുന്നതിനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. അത് സമൂഹത്തിൽ ഒന്നുമില്ലെങ്കിൽ ഒരു നമ്മുടെ നിലപാടുകൾ, നമ്മുടെ ആശയങ്ങൾ, ക്രിസ്തീയ മൂല്യങ്ങൾ ഒക്കെ സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കാൻ അതൊരു സഹായകരമാണ്.
ഓക്കെ. പാസ്റ്റർ കെ.എം. ജോസഫ് കേരളക്കരയെ ഇളക്കിമറിച്ച അനുഗ്രഹീതനായ ഒരു പ്രഭാഷകനായിരുന്നു. അരനൂറ്റാണ്ട് കാലം പെന്തക്കോസ്ത് ഉപദേശങ്ങൾക്ക് വേണ്ടി അതിശക്തമായി അദ്ദേഹം നിലകൊണ്ടു. അദ്ദേഹം എഴുതിയ ചില ലഘുപുസ്തകങ്ങളുടെ സമാഹാരമാണ് ഞാൻ ഈ കാണിക്കുന്നത്. കന്യകാമറിയം, പൗരോഹിത്യം, സ്നാനം, പെന്തക്കോസ്ത്, ഈ 4 ലഘുപുസ്തകങ്ങൾ ഒന്നിച്ച് ഒരു പുസ്തകമാക്കി മാറ്റിയിരിക്കുന്നു. ഉപദേശപരമായ വിഷയങ്ങൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ദുരുപദേശങ്ങൾക്കെതിരെ അതിശക്തമായ രചനകളാണിത്. ഈ ഗ്രന്ഥം വേദപഠിതാക്കൾക്ക് ഏറെ പ്രയോജനപ്പെടുന്നതാണ്. 150 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. അതുപോലെ തന്നെ പാസ്റ്റർ കെ.എം. ജോസഫിൻ്റെ മനോഹരമായ 151 പ്രസംഗങ്ങളുടെ സമാഹാരമാണിത്. പ്രസംഗക്കുറിപ്പുകളുടെ സമാഹാരം. ദൈവവചനം പ്രസംഗിക്കുന്നവർക്ക് ഇത് ഏറെ പ്രയോജനം ചെയ്യുന്ന പുസ്തകമാണ്. ഇതോടൊപ്പം മറ്റ് 2 പുസ്തകങ്ങൾ കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. ഇന്നും നാം സാത്താൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരോ, ലഫ്റ്റനന്റ് കേണൽ ഏബ്രഹാം PV എഴുതിയിരിക്കുന്ന മനോഹരമായൊരു പുസ്തകം. ഇത് ഞാൻ തന്നെ രചിച്ചിട്ടുള്ള ലേഖനങ്ങളുടെ സമാഹാരമാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഈ 4 പുസ്തകങ്ങൾക്കും ഓരോന്നിനും 150 രൂപ വീതമാണ് വില. ആകെ 600 രൂപ. എന്നാൽ ഇപ്പോൾ ഈ പുസ്തകങ്ങൾ ഒന്നിച്ചെടുക്കുന്നവർക്ക് പകുതി വിലയ്ക്ക്, അതായത് 300 രൂപയ്ക്ക് ഈ പുസ്തകങ്ങൾ ലഭിക്കുന്നു. ഇതോടൊപ്പം സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ആ വാട്സപ്പ് നമ്പറിലേക്ക് 4 ബുക്സ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് അയയ്ക്കുക. നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ ബൈ പോസ്റ്റ് അയച്ചു തരുന്നതായിരിക്കും.